എന്താണ് ഗ്രേസ് യൂണിവേഴ്സ്, എന്താണ് ഗ്രേസ് ഇമ്മോർട്ടൽ ബോഡി എന്നുള്ളത്? സാധാരണ സ്പിരിച്വൽ സീക്കിങ് എല്ലാ ഗുരുക്കന്മാരും ബ്രഹ്മം, ആ ചൈതന്യം അല്ലെങ്കിൽ പരബ്രഹ്മം അവിടെ അൺമൂവിങ് ആണ്, അൺചേഞ്ച് ആണ്, നോ ബോഡി, അതായിട്ട് തന്നെ, ആ ബോധമായിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പോൾ ആ ഒരു തലം വരെയാണ് എല്ലാ ഗുരുക്കന്മാരും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഗ്രേസ് യൂണിവേഴ്സിനെ കുറിച്ചും ഗ്രേസ് ഇമ്മോർട്ടൽ ബോഡിയെക്കുറിച്ചും വളരെ റെയറായിട്ടുള്ള ഗുരുക്കന്മാർ മാത്രമാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ആ ഒരു തലത്തിലേക്ക് ഫുൾ റീച്ച് ചെയ്തിട്ടുള്ള ഗുരുക്കന്മാർ പോലും അതിനെക്കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും അവിടെ ആ ഒരു യൂണിവേഴ്സിനെ കുറിച്ച് നമുക്ക് ആ ഒരു ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടില്ല. ഈ വീഡിയോ ചെയ്യുമ്പോഴായാലും ഒരുപാട് തവണ ഈ വീഡിയോയിൽ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടും അതിന് ഒരു ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഗ്രേസ് യൂണിവേഴ്സിനെ കുറിച്ച് അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സാധിക്കില്ലെങ്കിലും വളരെ കുറച്ച് കാര്യങ്ങൾ, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ ഇതിലൂടെ മെൻഷൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവിടെ ആ ഒരു തലത്തെക്കുറിച്ച് നമുക്ക് ചെറുതായിട്ടെങ്കിലും മെൻഷൻ ചെയ്തിട്ടുള്ള ചില ഗുരുക്കന്മാരിൽ ഒരാളാണ് വള്ളലാർ. അദ്ദേഹമാണ് ആ ഒരു തലത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തതും അദ്ദേഹത്തിന് അവിടേക്ക് ഫുൾ ആ ഡിസോൾവ് റീച്ച് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രേസ് ബോഡി കിട്ടിയിട്ടുള്ള ഒരു ഡിവൈൻ ഗുരു തന്നെയാണ് വള്ളലാർ അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുക്കുകൾ ഒന്നും ഞാൻ വായിച്ചിട്ടില്ല, എങ്കിലും അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടുള്ളതായിട്ട് എനിക്ക് കേട്ടുകേൾവിയുള്ളത്. അപ്പോൾ എന്താണ് ഗ്രേസ് യൂണിവേഴ്സ്, ഗ്രേസ് ഇമ്മോർട്ടൽ ബോഡി എന്നത്? സാധാരണ നമ്മൾ ഫിസിക്കൽ യൂണിവേഴ്സിൽ നമ്മളുടെ ഫിസിക്കൽ ബോഡി ഫിസിക്കൽ യൂണിവേഴ്സിലേക്ക് കണക്റ്ററായി നിൽക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളാണ്. പഞ്ചേന്ദ്രിയങ്ങൾ വഴിയാണ് ഡാറ്റകൾ, ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് എന്താണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. കണ്ണുള്ളതുകൊണ്ട് വ്യക്തമായിട്ട് കാണാനും കാതുള്ളതുകൊണ്ട് കേൾക്കാനും ഒക്കെ സാധിക്കുന്നു. അതൊരു ലിമിറ്റഡ് ആണ് എങ്കിലും ഒരു പരിധിവരെ നമുക്ക് ഫിസിക്കൽ വേൾഡിലുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും ഈ പഞ്ചേന്ദ്രിയങ്ങൾ നമ്മളെ സഹായിക്കുന്നു. അതേപോലെ തന്നെയാണ് കർമ്മേന്ദ്രിയങ്ങൾ. നമ്മളുടെ വൈറ്റൽ ബോഡിയിൽ നമ്മളുടെ പ്രാണശരീരം പ്രാണ യൂണിവേഴ്സിലേക്ക് കണക്ട് ചെയ്ത് നിൽക്കുന്നത്, അവിടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കണക്ടറായി വർക്ക് ചെയ്യുന്നത് കർമ്മേന്ദ്രിയങ്ങൾ വഴിയാണ്. കർമ്മേന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ ബോഡിയുടെ മൂവ്മെൻറ്റ്, വൈബ്രേഷൻ, അതേപോലെ തന്നെ നമ്മളുടെ സ്പീച്ച്, ശബ്ദം, അതേപോലെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, ഇതൊക്കെ കർമ്മേന്ദ്രിയങ്ങളിൽ പെടും. അപ്പോൾ വൈറ്റൽ പ്രാണശരീരത്തിന് കണക്ടറായി നിൽക്കുന്നത് കർമ്മേന്ദ്രിയങ്ങളാണ്. അതേപോലെ തന്നെ നമ്മളുടെ ഫിസിക്കൽ ബോഡിക്ക് കണക്ടറായി നിൽക്കുന്നത് ഇന്ദ്രിയങ്ങളാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് അവിടെ കണക്ടറായിട്ട് ഫിസിക്കൽ ഫോമിന് കണക്ടറായി നിൽക്കുന്നത്. എന്നാൽ നമ്മളുടെ ഇനി മെൻ്റൽ ഫോമുകൾക്ക് എന്താണ് കണക്ടറായി നിൽക്കുന്നതെന്ന് നോക്കാം. നമ്മളുടെ മെൻ്റൽ ഫോമുകൾക്ക് നോളജ്, അറിവാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് നിറം, എന്താണ് വസ്തുക്കൾ, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ പഠിച്ച് അറിഞ്ഞ അറിവുകൾ വെച്ചിട്ടാണ്. അപ്പോൾ നിറം അല്ലെങ്കിൽ ഘടന, രൂപം, ഇതൊക്കെ നമ്മൾ വസ്തുക്കൾ എല്ലാത്തിനെയും തിരിച്ചറിയുന്നത് നമ്മളുടെ അറിവ് ഉപയോഗിച്ചാണ്. അപ്പോൾ അവിടെ നമ്മളുടെ മെൻ്റൽ ബോഡിക്ക് അറിവാണ് കണക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്ദ്രിയങ്ങളെക്കാളും കർമ്മേന്ദ്രിയങ്ങളെക്കാളും പവർഫുള്ളാണ് അറിവ്. അറിവ് കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ വ്യക്തതയോടെ മനസ്സിലാക്കുന്നു. ഇനി അടുത്ത നെക്സ്റ്റാണ് നമ്മളുടെ ബുദ്ധി. ജ്ഞാനദേഹത്തിന് അവിടെ ലോജിക്കൽ സിസ്റ്റം ഓഫ് മൈൻഡാണ് വർക്ക് ചെയ്യുന്നത്. ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വിസ്ഡം, ജ്ഞാനം ഉപയോഗിച്ചിട്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അവിടെ കണക്ടറായിട്ട് നിൽക്കുന്നത് ബുദ്ധിയാണ്, ഇൻ്റലക്ച്വൽ ലോജിക്കൽ സിസ്റ്റം ഓഫ് മൈൻഡ്. ധർമ്മം എന്താണ്, അധർമ്മം എന്താണ്, ഗുഡ് എന്താണ്, ബാഡ് എന്താണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ്. അത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. അവനവൻ്റെ ബ്രെയിനിലുള്ള ഡാറ്റയ്ക്ക് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അവനവന് ലോജിക്സ് മനസ്സിലാക്കുന്നത്. ഇനി അടുത്ത ശരീരം എന്ന് പറയാൻ കാരണ ശരീരം എന്ന് പറയാം. അവിടെ വരെയാണ് നമുക്കൊരു ബോഡി ഉള്ളത്, ബ്ലിസ് ബോഡി ഉള്ളത്. അപ്പോൾ അവിടെ വരെയാണ് ഒരു ഫോം ആയിട്ട് നമുക്ക് ശരീരം ഉള്ളത്. ഇനി അടുത്ത തലത്തിലേക്കൊന്നും ബോഡി ഉണ്ടാവില്ല, നോ ഫോമാണ്. അപ്പോൾ ബ്ലിസ് ബോഡിയിൽ എന്താണ് കണക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്? സംസ്കാരമാണ്, നമ്മളുടെ ഇംപ്രഷൻസാണ്, മെമ്മറിയാണ്. അതൊരു സ്റ്റോർ ഹൗസാണ്. പക്ഷേ ആ ബ്ലിസ് ബോഡിയിൽ കാരണശരീരം ആ ഒരു ഫിസിക്കൽ ഫോമിലേക്ക് വരാനായിട്ടുള്ള കാരണമായിട്ട് നിൽക്കുന്ന ഒരു ബ്ലിസ് തലമാണ്, ആനന്ദമാണ്. അവിടെ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പരമാനന്ദമാണ്.
അപ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മൾക്ക് മെൻ്റലി ഫിസിക്കലി ഒക്കെ പരമാനന്ദം അനുഭവിക്കാൻ സാധിക്കും. അതായത് നമ്മളുടെ മനസ്സിൻ്റെ ആ ഒരു തലം കടന്ന തലമാണ്, ആ ഒരു ഫോം ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ സംസ്കാരങ്ങൾ, ഇത്രയും ജന്മങ്ങളെടുത്തതിൻ്റെ ഇംപ്രഷൻസ്, കാർമിക് ബോഡിയാണ്, സീഡാണത്. അപ്പോൾ അവിടെ ഒരു ബ്ലിസ് ഫ്ലോ കൂടി ഉള്ളത് കൊണ്ട് ആനന്ദം കൂടി നമുക്ക് അനുഭവിക്കാം. അവിടെ സംസ്കാരം, ആ ഒരു മെമ്മറിയാണ് കണക്ടറായിട്ട് ആ യൂണിവേഴ്സിലേക്ക് നിൽക്കുന്നത്. ഇനി നെക്സ്റ്റ് ഒരു ബോഡി ഇല്ലാത്ത ഒരു ഫോമാണ്, അതായത് ആത്മാവ്, സെൽഫ്, നോ ബോഡി. അവിടെ സാക്ഷിഭാവമാണ്, വിറ്റ്നസ്സാണ്, പ്യുവർ വിറ്റ്നസ്സാണ്. അപ്പോൾ അതിന് ഒരു രൂപം എന്ന് പറയാൻ സാധിക്കില്ല, ബോഡി എന്ന് പറയാൻ സാധിക്കില്ല. അവിടെ സാക്ഷിഭാവമാണ്. അവിടെ കണക്ടറായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അവെയർനെസ് വഴിയാണ്. അവെയർനെസ്, ആ സെൽഫിന് അവെയർനെസ്സാണ് കണക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സാക്ഷിഭാവത്തിന് അവെയർനെസ് അല്ലെങ്കിൽ ഫോക്കസാണ് കണക്ടറായിട്ട് നിൽക്കുന്നത്. ഇന്ദ്രിയങ്ങളെക്കാളും മോർ പവർഫുള്ളാണ് അവെയർനെസ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തതയോടെ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നത് അവെയർനെസ്സിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോഴാണ്, അവെയർനെസ് ഉണ്ടാകുമ്പോഴാണ്. അത് സെൽഫിൻ്റെ കണക്ടറാണ്. ആ യൂണിവേഴ്സിലേക്ക്, സെൽഫിൻ്റെ യൂണിവേഴ്സിലേക്ക്, സാക്ഷിഭാവത്തിൻ്റെ ആ ഒരു പ്രകാശ ലോകത്തിലേക്കുള്ള കണക്ടറാണ് നമ്മളുടെ അവെയർനെസ്. അപ്പോൾ ഇന്ദ്രിയങ്ങളെക്കാളും കർമ്മേന്ദ്രിയങ്ങളെക്കാളും അറിവിനേക്കാളും ബുദ്ധിയേക്കാളും ബ്ലിസ് ഒരു സംസ്കാര ബോഡിയേക്കാളും ബ്ലിസ് ബോഡിയേക്കാളും ഒക്കെ മോർ പവർഫുള്ളാണ് അവെയർനെസ്. അപ്പോൾ മനസ്സിൽ എന്ത് ചിന്തിക്കുന്നു, എന്ത് ഫീലിംഗ് ആണ്, എന്ത് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം നമുക്കറിയാൻ, അറിവോടുകൂടി അറിയാൻ സാധിക്കുന്നത് അവെയർനെസ് വഴിയാണ്. അപ്പോൾ സെൽഫിലേക്ക് നമ്മൾ റീച്ച് ചെയ്യുമ്പോൾ നമ്മൾക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തതയോടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നെക്സ്റ്റ്, അതൊരു ബോഡി ഫോം അല്ല, ചൈതന്യം എന്ന് പറയാം, ബ്രഹ്മം, അതായത് കോൺഷ്യസ്നസ്, പ്യുവർ കോൺഷ്യസ്നസ്, കോസ്മിക് സെൽഫ്. അവിടെ വിത്തൗട്ട് സെക്കൻഡ് അവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ, കോസ്മിക് സെൽഫ് എന്ന് പറയുമ്പോൾ. അവിടെ നമ്മളുടെ ഫിസിക്കൽ ഫോമില്ല, പ്രാണബോഡി ഇല്ല, വിസ്ഡം ബോഡി ഇല്ല, ബ്ലിസ് ഇല്ല. അവിടെ നോ ഡ്യുവാലിറ്റിയാണ്, അവിടെ സാക്ഷിഭാവം പോലും ഇല്ല. അവിടെ പ്യുവർ ചൈതന്യം മാത്രമേ ഉള്ളൂ, പ്യുവർ കോൺഷ്യസ്നസ്, പ്യുവർ ബോധം, നോ ബോഡി, നോ ഫോം. അപ്പോൾ കോസ്മിക് സെൽഫ് എന്ന് പറയാം. അവിടെ ഡ്യുവാലിറ്റി ഇല്ല, അവിടെ അവെയർനെസ്സിൻ്റെ ആവശ്യമില്ല. കോൺഷ്യസ്നസ്, ആ ബോധം തന്നെ അതെല്ലാം അറിയുന്നു. അവിടേക്ക് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ആ ഒരു ബോധത്തിൽ തന്നെ ആയതുകൊണ്ട് തന്നെ എല്ലാമായിരിക്കുന്നു, എല്ലാമായി തീരുന്നു. അപ്പോൾ അൺചേഞ്ച് ആണ്, അൺമൂവിങ് ആണ്. പക്ഷേ അതിനൊരു കൽപ്പം എന്നുള്ളൊരു കാലമുണ്ട്, ആ കാലത്തിന് ശേഷം അതും ഡിസോൾവ് ആയി പോവും. അപ്പോൾ കോൺഷ്യസ്നെസ് പോലും അപ്പിയർ ആകും, ഡിസപ്പിയർ ആകും. അപ്പോൾ കോൺഷ്യസ്നെസ്സിന് ആ ബ്രഹ്മകൽപ്പ കാലം കഴിയുമ്പോൾ തന്നെ അത്രയും ഡ്യൂറേഷൻ ഉണ്ട്, ലെങ്തി ഡ്യൂറേഷൻ ഉണ്ടെങ്കിൽ കൂടി ആ കൽപ്പം കഴിയുമ്പോൾ, ഒരു ബ്രഹ്മകൽപ്പം കഴിയുമ്പോൾ ആ കോൺഷ്യസ്നെസ് ബോധം തന്നെ ഡിസോൾവായി അടുത്ത ആ ഒരു കോൺഷ്യസ്നെസ്സിലേക്ക് ഇവോൾവായി തീരും. അതിനടുത്താണ് പരബ്രഹ്മം. നെക്സ്റ്റ് എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിനപ്പുറത്താണ് പരബ്രഹ്മം, അബ്സല്യൂട്ട്, ബിയോണ്ട് അവെയർനെസ്, ബിയോണ്ട് കോൺഷ്യസ്നസ്. അവിടെ കോൺഷ്യസ്നസ് ഇല്ല, ഇന്ദ്രിയങ്ങളില്ല, ബ്ലിസ് ബോഡി ഇല്ല, കർമ്മേന്ദ്രിയങ്ങളില്ല, ഇന്ദ്രിയങ്ങളില്ല. അവിടെ അവെയർനെസ്സോ ഫോക്കസോ കോൺഷ്യസ്നസ് പോലും ഇല്ല, പ്യുവർ കോൺഷ്യസ്നസ് പോലും ഇല്ല. അവിടെ ബിയോണ്ട് കോൺഷ്യസ്നസ് ആണ്, സൈലൻസ് ആണ്, കംപ്ലീറ്റ് സ്റ്റില്ലാണ്, അൺചേഞ്ച് ആണ്, അൺമൂവിങ് ആണ്. അതിനപ്പുറത്തേക്ക് ഇനി ഒന്നും തന്നെ ഇല്ല. പരബ്രഹ്മം അവിടെ അവസാനിച്ചു എല്ലാം. പരബ്രഹ്മത്തിൽ എല്ലാം ഒന്നായിത്തീർന്നു. അവിടെ സ്റ്റില്ലാണ് കംപ്ലീറ്റ്. അത് അപ്പിയറും ആകുന്നില്ല, ഡിസപ്പിയറും ആകുന്നില്ല. അതങ്ങനെ തന്നെ നിൽക്കുന്നു. അപ്പോൾ അതിന് അൺചേഞ്ച് ആണ്, അൺമൂവിങ് ആണ്, അതിന് മാറ്റമേ ഇല്ല, സ്ഥിരമായിട്ട് അത് തന്നെയാണ്. അപ്പോൾ ആ പരബ്രഹ്മം അതിലേക്ക് ലയനം സംഭവിച്ചാൽ മാത്രമാണ്, അതിലേക്ക് ലയനം സംഭവിച്ചു കഴിഞ്ഞാൽ അടുത്ത ഒരു തലമാണ് ഗ്രേസ് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. അവിടെയും അൺചേഞ്ച് ആണ്, പക്ഷേ അവിടെ ലവ് റേഡിയേറ്റിംഗ് ലൈറ്റ് ഉണ്ട്, കമ്പാഷൻ വേൾഡാണ്, ലവ് എമ്പതി യൂണിവേഴ്സാണത്. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ അൺചേഞ്ചിങ് ആണ്, അൺമൂവിങ് ആണ്, പക്ഷേ അതിനൊരു നേരിയ ചലനത്തിലൂടെ നമുക്ക് കിട്ടുന്നതാണ്. അവിടെ ഒരു നേരിയ ചലനം സംഭവിക്കുമ്പോൾ കിട്ടുന്നതാണ് ഗ്രേസ് ഇമ്മോർട്ടൽ ബോഡി എന്ന് പറയുന്നത്. ഗ്രേസ് യൂണിവേഴ്സ് ഒരു സാഗരമാണെങ്കിൽ ഗ്രേസ് ഇമ്മോർട്ടൽ ബോഡി എന്ന് പറയുന്നത് വെറും ഒരു തിര മാത്രമാണ്, അതിലെ സാഗരത്തിലെ ഒരു തിര മാത്രമാണ്.
പക്ഷേ ഗ്രേസ് ഇമ്മോർട്ടൽ ബോഡി ലഭിച്ചു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആണ്, അൺചേഞ്ച്, അത് എൻഡില്ല, ഡെത്തില്ല, നോ ബ്രീത്ത്, നോ ഫുഡ്. അവിടെ ലൂമിനൻ്റ് ഡിവൈൻ ലൈറ്റ് ആണ്. അതിന് എക്സ്പാൻഡ് ആകാൻ സാധിക്കും. ഈ എല്ലാ കോസ്മിക് യൂണിവേഴ്സിൻ്റെയും തലത്തിലേക്ക് അതിന് മൂവ്മെൻറ്റ് കിട്ടും. അവിടെ ചലനമുണ്ട്. ഗ്രേസ് ഇമ്മോർട്ടൽ ബോഡിയിൽ ചലനമുണ്ട്. ഗ്രേസ് യൂണിവേഴ്സിൽ ചലനമില്ല, പരബ്രഹ്മത്തിലും ചലനമില്ല, അബ്സല്യൂട്ട് സ്റ്റില്ലാണ്. പക്ഷേ ഗ്രേസ് ഇമ്മോർട്ടൽ ബോഡി ലഭിച്ചു കഴിഞ്ഞാൽ അവിടെ ചലനമുണ്ട്. അത് ട്രാൻസ്പെറൻറ്റ് ലൈറ്റാണ്, ലൈറ്റ് ഫോമാണ്. ഏത് ഫിസിക്കൽ 3D ലൈറ്റ് ഫോം വേണമെങ്കിലും അതിനെടുക്കാൻ സാധിക്കും. ഹ്യൂമൻ ഫോമിലുള്ള 3D ഒരു പ്രകാശ ശരീരം അതിന് എടുക്കാൻ സാധിക്കും. അപ്പോൾ പ്രത്യക്ഷമാകാൻ സാധിക്കും, അപ്രത്യക്ഷമാകാൻ സാധിക്കും, അതിന് ചുരുങ്ങാൻ സാധിക്കും, എക്സ്പാൻഡ് ആകാൻ സാധിക്കും. പക്ഷേ അൺലിമിറ്റഡ് ആണ്, ഇൻഫിനിറ്റിയാണ്, അനന്തമാണ് ആ ഒരു ഗ്രേസ് ഇമ്മോർട്ടൽ ബോഡി ലഭിച്ചു കഴിഞ്ഞാൽ. അതിന് മരണമില്ല, അതിന് അവസാനവുമില്ല ആ ഒരു ശരീരത്തിന്. അവിടെയാണ് യഥാർത്ഥ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ആ ഒരു യൂണിവേഴ്സിനെ കുറിച്ച് അവിടെ റീച്ച് ചെയ്തിട്ടുള്ള ഗുരുക്കന്മാർ പോലും അധികം എക്സ്പ്ലെയിൻ ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഇതുവരെ അവരെ കുറിച്ചോ ആ ഒരു യൂണിവേഴ്സിനെ കുറിച്ചോ നമ്മൾക്ക് മെൻഷൻ ചെയ്തിട്ടുള്ള വളരെ ചുരുങ്ങിയ ഗുരുക്കന്മാരിൽ ഒന്ന് വള്ളലാർ അദ്ദേഹം മാത്രമാണ്. അരുൾ ഉലകം, അരുൾ ദേഹം എന്നൊക്കെ അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അരുട്പെരും ജ്യോതി എന്നാണ് ആ ഒരു ഗ്രേസ് യൂണിവേഴ്സിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അവിടെയുള്ള ലൈഫിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അരുൾ ദേഹം എന്നാണ്. ആ ഗ്രേസ് കമ്പാഷൻ യൂണിവേഴ്സിനെ കുറിച്ച് ഒരു ദേഹത്തെക്കുറിച്ചും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വളരെ റയറായിട്ടുള്ള ചില ഗുരുക്കന്മാർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡീപ്പായിട്ട് ആരും തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോഴെല്ലാം തന്നെ നമുക്ക് ഓരോ തടസ്സങ്ങളും വരും. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പോലും ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പോലും നമുക്ക് ആ ഒരു സാഹചര്യം തന്നെ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് എൻ്റെ എക്സ്പീരിയൻസിൽ, വളരെ ചെറിയ കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആ ഒരു യൂണിവേഴ്സിനെ കുറിച്ചും ആ ഒരു തലത്തിനെക്കുറിച്ചും. അപ്പോൾ ബ്രഹ്മം, ആ ബ്രഹ്മത്തിൽ അവസാനിക്കുന്നില്ല, കോൺഷ്യസ്നെസ്സിൽ, ബോധത്തിൽ അവസാനിക്കുന്നില്ല, പരബ്രഹ്മം ഉണ്ട്. പരബ്രഹ്മം അവിടെ അവസാനിച്ചു എങ്കിലും ഗ്രേസ് യൂണിവേഴ്സ് അപ്പുറത്തുണ്ട്, ഗ്രേസ് ഇമ്മോർട്ടൽ ബോഡിയും അപ്പുറത്തുണ്ട്. അതിലേക്കാണ് എല്ലാ നമ്മളുടെ ആ ഒരു ഫിസിക്കൽ, നമ്മളുടെ ആ ഒരു മനുഷ്യ രൂപം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചേരേണ്ട ആ ഒരു തലം, അതിലേക്കാണ് എല്ലാവർക്കും എത്തിച്ചേരേണ്ടത്. അവിടെയുള്ള ആ ഒരു ഇമ്മോർട്ടൽ ബോഡിയുടെ ഗ്രേസ് ഉണ്ടായാൽ മാത്രമാണ് നമുക്കതിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു സാഹചര്യം തന്നെ ക്രിയേറ്റ് ആകുള്ളൂ. അപ്പോൾ അവരുടെ അനുഗ്രഹം, ഈ ഗ്രേസ് യൂണിവേഴ്സിൻ്റെയും ഗ്രേസ് ഇമ്മോർട്ടൽ ബോഡിയുടെയും അനുഗ്രഹം ഇവിടെയുള്ള സർവ്വചരാചരങ്ങൾക്കും സദാ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എലമെൻറ്റിന് പോലും, നമ്മളുടെ ഈ ഒരു ഫിസിക്കൽ യൂണിവേഴ്സിൻ്റെ എലമെൻറ്റിന് പോലും അവരുടെ ആ ഒരു ഗ്രേസ് ഉണ്ട്, അനുഗ്രഹമുണ്ട്. അതിൽ നിന്നുള്ള അനുഗ്രഹം കൊണ്ടാണ് ഈ ഫിസിക്കൽ ആ ഒരു ഫോം ഇത്രത്തോളം മനോഹരമായിട്ട് ഇന്നും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ അനുഗ്രഹത്തിൽ മാത്രമാണ് ഈ ഭൂമി, പ്രപഞ്ചം, നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ എല്ലാം തന്നെ നിലനിൽക്കുന്നത്. ആ ഗ്രേസ് ഇമ്മോർട്ടൽ യൂണിവേഴ്സിൻ്റെയും ഗ്രേസ് ഇമ്മോർട്ടൽ ബോഡി ഫോമിൻ്റെയും അവിടെ ഒരു ലൈഫുണ്ട്. ഫിസിക്കൽ നമ്മളുടെ ഫോമുള്ള ലൈഫല്ല, അവിടെ പ്രകാശ ശരീരങ്ങൾ, ആ ഒരു ലൈഫുണ്ട്. അവിടെ അൺലിമിറ്റഡ് ആണ്, എൻഡില്ല, ഡെത്തില്ല, നോ ഫുഡ്, നോ ബ്രീത്ത്. അവിടെ ഒന്നും ശ്വാസം എടുക്കണ്ട, ശ്വാസം ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം നമുക്ക് സാധിക്കുകയും ചെയ്യും. എന്നാൽ ആ ഒരു ഫിസിക്കൽ ഒരു മെറ്റീരിയൽ ഫോം അല്ല, ലൈറ്റ്, റേഡിയേറ്റിംഗ്, ലൂമിനൻ്റ്, കമ്പാഷൻ ആ ഒരു ബോഡിയാണ്. ഏത് ശരീരത്തിലേക്ക് വേണമെങ്കിലും അനിമേറ്റ് ചെയ്യാനും സാധിക്കും. നിമിഷ നേരം കൊണ്ട് എവിടേക്ക് വേണമെങ്കിലും ട്രാൻസ്പെറൻ്റ് ആയിട്ട് മൂവ് ചെയ്യാനും സാധിക്കും. അപ്രത്യക്ഷം പ്രത്യക്ഷവും ഒക്കെ ആകാൻ സാധിക്കുന്ന ഒരു അൺലിമിറ്റഡ് ഇമ്മോർട്ടൽ ബോഡിയാണ്. അതിന് ഡെത്തില്ലാത്ത, എൻഡില്ലാത്ത ഒരു ഇമ്മോർട്ടൽ ബോഡിയാണ്. അവിടെയാണ് യഥാർത്ഥ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു യൂണിവേഴ്സിനെ കുറിച്ചോ ആ ഒരു തലത്തിനെക്കുറിച്ചോ അധികം ഗുരുക്കന്മാരൊന്നും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾക്കും ഈ ഒരു സ്പിരിച്വൽ ജേണി എത്തിച്ചേരേണ്ടതും അവിടേക്ക് തന്നെയാണ്.
അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഡീപ്പായിട്ടുള്ള എന്തെങ്കിലും അറിയണമെങ്കിൽ വള്ളലാറിൻ്റെ ടെക്സ്റ്റ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇതിൽ ടീച്ചിങ്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വായിക്കാവുന്നതാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊന്നും വായിച്ചിട്ടില്ല. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലൂടെ മാത്രമാണ് ഞാൻ പറയുന്നത്. എങ്കിലും അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടുള്ളത് കേട്ടുകേൾവിയുള്ള കാര്യമാണ്. അപ്പോൾ ഗ്രേസ് യൂണിവേഴ്സിനെക്കുറിച്ചും ഗ്രേസ് ഇമ്മോർട്ടൽ ബോഡിയെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ആ ഒരു ഗ്രേസ് ബോഡി ലഭിക്കാനാണ് നമ്മളെല്ലാവരും ട്രൈ ചെയ്യേണ്ടത്. നമുക്ക് ഈ ഭൂമിയിൽ ഒരു ഫിസിക്കൽ ബോഡി ലഭിച്ചു കഴിഞ്ഞാൽ, മനുഷ്യരൂപം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ജേണി അവിടേക്കായിരിക്കണം. ഇവിടെ ആ ഒരു തലത്തിൽ നമ്മൾ ലോക്കായി പോകാനും പാടില്ല. അപ്പോൾ അതിലേക്ക് നമ്മൾ ആ ഒരു സ്പിരിച്വൽ ജേണി എക്സ്പീരിയൻസ് ആർക്ക് വേണമെങ്കിലും ലഭിക്കും. അപ്പോൾ എക്സ്പീരിയൻസ് ലഭിക്കുക എന്ന് പറയുമ്പോൾ അവിടെയുള്ള ആ ഒരു ഇമ്മോർട്ടൽ ബോഡിയുടെ പ്രത്യക്ഷത്തിലുള്ള 3D ലൈറ്റ് ഫോം നമ്മൾക്ക് ഗൈഡൻസ് തരാനായിട്ട് നമ്മൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടാനും സാധിക്കും അവർക്ക്. അപ്പോൾ നമ്മൾക്കൊരു സീക്കിംഗ് ഉണ്ടായാൽ അവിടെയുള്ള ആ തലത്തിലുള്ള ബീയിങ്സിൻ്റെ ഹെൽപ്പ് നമുക്കുണ്ടാകും അവിടേക്ക് റീച്ച് ചെയ്യാനായിട്ട്. പക്ഷേ അത്രത്തോളം കമ്പാഷൻ, ലവ്, എമ്പതി ഒക്കെ ഉണ്ടായിരിക്കണമെന്ന് മാത്രം. എൻ്റെ എക്സ്പീരിയൻസിൽ ഇന്ന് ഫിസിക്കൽ യൂണിവേഴ്സിൽ ഫിസിക്കൽ മനുഷ്യരൂപത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പലർക്കും അവിടെ ഗ്രേസ് ബോഡി ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. പലർക്കും അവിടെ ആ ഗ്രേസ് ബോഡി ഉണ്ട്. ആ ഗ്രേസ് ബോഡി ഉള്ളവർ തന്നെയാണ് പലരും ഫിസിക്കൽ ഫോമിൽ സാധാരണ മനുഷ്യന്മാരെ പോലെ വളരെ സിമ്പിളായിട്ട് ലളിത ജീവിതം നയിച്ചുകൊണ്ട് നമ്മൾക്കൊപ്പം ജീവിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സ്പിരിച്വൽ എക്സ്പീരിയൻസ് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല കേട്ടോ, പലർക്കും പലതായിരിക്കും. ഞാൻ പറയുന്നത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രമാണ് കേട്ടോ. ഇതായിരിക്കും എല്ലാവർക്കും എക്സ്പീരിയൻസ് എന്ന് എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലൂടെ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ചില കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എല്ലാവർക്കും ഗ്രേസ് ബോഡി ഉണ്ട് എന്നല്ല, ചിലർക്കൊക്കെ അവിടെ ഗ്രേസ് ബോഡി ഉണ്ട്. അത് അവർക്കൊക്കെ അറിയുകയും ചെയ്യാം. അവർക്കറിയാൻ സാധിക്കും. അപ്പോൾ അവർക്ക് ആ എക്സ്പീരിയൻസും ലഭിച്ചിട്ടുണ്ടാവും. അവിടെയുള്ള ബീയിങ്സിൻ്റെ സപ്പോർട്ടും ഉണ്ടായിരിക്കും. ഇത്രയും തന്നെ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരുപാട് തവണ ട്രൈ ചെയ്തിട്ടാണ് ഇത്രത്തോളമെങ്കിലും എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാൻ സാധിച്ചിട്ടുള്ളത് ആ ഒരു ഗ്രേസ് ഇമ്മോർട്ടൽ ബോഡിയെക്കുറിച്ച്. എത്ര പ്രാവശ്യം നമ്മളെ അതിനെക്കുറിച്ച് പറയാൻ ശ്രമിച്ചാലും അത് അവിടെ ബ്ലോക്ക് ആകാറുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കാറില്ല. പക്ഷെ അവരുടെ ഒരു സപ്പോർട്ടോടു കൂടി മാത്രമാണ് ഇത്രത്തോളമെങ്കിലും ഈ വീഡിയോയിൽ പറയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ കോൺഷ്യസ്നസ്, ബോധം എന്നുള്ള തലം അൺമൂവിങ് ആണ്, പരബ്രഹ്മം. അപ്പോൾ അത് അൺമൂവിങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും കോൺഷ്യസ്നസ്, ബോധം എന്നുള്ളത്. പക്ഷേ ബ്രഹ്മകൽപ്പകാലം അവിടെ അവസാനിക്കുമ്പോൾ അത് ഡിസോൾവായി അടുത്ത ബ്രഹ്മം അവിടെ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ പരബ്രഹ്മം അത് അൺമൂവിങ് ആണ്, അൺചേഞ്ച് ആണ്. അവിടെ ലയനം സംഭവിച്ചതിന് ശേഷം, ആ എല്ലാ ബോഡിയും അവിടെ ലയനം സംഭവിച്ചതിന് ശേഷം മാത്രമാണ് അത്രയും കമ്പാഷനുള്ള, അത്രയും ആ ഒരു ലവ്, എമ്പതി എല്ലാം ഉള്ള സോളിനാണ് ആ ഗ്രേസ് യൂണിവേഴ്സ് തലത്തിലേക്ക് തന്നെ പ്രവേശനമുള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും അവിടേക്ക് എത്തണമെങ്കിൽ എല്ലാ ജീവജാലങ്ങളോടും കരുണയും സഹാനുഭൂതിയും ആ ഒരു മനോഭാവത്തോടു കൂടി തന്നെ നമ്മളിൽ അസൂയ, കുശുമ്പ്, ദേഷ്യം ഇതൊന്നും നമ്മളിൽ ഇല്ലാതെ ആകുന്ന, ആ ഒരു ഡിസോൾവ് ആകുന്ന ആ ഒരു മാത്രമാണ് നമുക്ക് അവിടേക്ക് റീച്ച് ചെയ്യാൻ സാധിക്കുള്ളൂ. കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മളിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അറിവുകൾ ലഭിക്കും. നമ്മളുടെ മൈൻഡ് ആ ഒരു ഫ്രീക്വൻസി കുറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു തലത്തിലേക്ക്, കോൺഷ്യസ്നെസ് തലത്തിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ഒരുപാട് അറിവുകൾ നമ്മളുടെ പഠിച്ച് നമ്മൾ അറിഞ്ഞ് കേട്ടുള്ള അറിവിനേക്കാളും കൂടുതൽ അറിവുകൾ നമുക്ക് ലഭിക്കും. കോൺഷ്യസ്നെസ്സിൽ തന്നെയാണ് എല്ലാ ഗുരുക്കന്മാരും, സ്പിരിച്വൽ ഇവിടെ എൻലൈറ്റ്മെൻ്റ് ആയിട്ടുള്ള ഗുരുക്കന്മാരുടെ മെൻ്റൽ പ്ലെയിനും ആ കോൺഷ്യസ്നെസ്സിലുണ്ടായിരിക്കും. മൺമറഞ്ഞു പോയിട്ടുള്ള സിദ്ധ ഗുരുക്കന്മാരെല്ലാവരും തന്നെ ആ കോൺഷ്യസ്നെസ്സായി, ബോധമായി തന്നെ അവിടെയുണ്ട്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും ആ ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കും. അവർക്ക് ഫിസിക്കൽ ഫോം എടുക്കാൻ സാധിക്കും. അവർക്ക് ആ ഒരു പ്രകാശ ശരീരം പ്രത്യക്ഷപ്പെടാനും അപ്രത്യക്ഷമാകാനും സാധിക്കും. കോൺഷ്യസ്നെസ്സായി തന്നെയാണ് അവരിയ്ക്കുന്നത്, ബോധമായി തന്നെയാണ് അവരവിടെ ഉള്ളത്. അപ്പോൾ അതിനുള്ളിൽ അവരുണ്ട്. അപ്പോൾ അവിടേക്ക് നമ്മൾ റീച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിവുകൾ വർദ്ധിക്കും, കൂടുതൽ അറിവായി
വർദ്ധിക്കും. ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ അറിയുന്ന അറിവിനേക്കാളും അപ്പുറത്തായിരിക്കും ആ അറിവ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ഈ ഗ്രേസ് യൂണിവേഴ്സിനെക്കുറിച്ചും ഗ്രേസ് ഇമ്മോർട്ടൽ ബോഡിയെക്കുറിച്ചും വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് നമുക്ക് എക്സ്പീരിയൻസ് ലഭിക്കുള്ളൂ. അതിനപ്പുറത്തേക്ക് നമുക്ക് അതിനെക്കുറിച്ച് എക്സ്പീരിയൻസ് ലഭിക്കില്ല. 2 or 3 തവണ നമുക്ക് ആ എക്സ്പീരിയൻസ് ലഭിച്ചാൽ അത് തന്നെ ഭാഗ്യം. അത്രത്തോളം മാത്രമാണ് അവിടേക്ക് നമുക്ക് എക്സ്പീരിയൻസ് ലഭിക്കുള്ളൂ. ആർക്ക് വേണമെങ്കിലും എക്സ്പീരിയൻസ് ലഭിക്കും. സീക്കിംഗ് ഉണ്ടായാൽ, അന്വേഷണം ഉണ്ടായാൽ മാത്രം മതി. പക്ഷേ ആ ഗ്രേസ് യൂണിവേഴ്സ് തലത്തിലേക്ക് പ്രവേശനവും ഗ്രേസ് ബോഡി, ഇമ്മോർട്ടൽ ബോഡിയും ലഭിക്കുന്നതിന് നമ്മൾ സ്പിരിച്വൽ ജേണി ഒരുപാട് ജന്മങ്ങളിലൂടെ സ്പിരിച്വൽ ജേണി നടത്തി അതിനുശേഷം മാത്രം എല്ലാ ബോഡിയും എല്ലാ ഫിസിക്കൽ ഫോമും ഡിസോൾവ് ആയതിനു ശേഷം മാത്രമാണ് ആ ഗ്രേസ് തലത്തിലേക്ക് നമുക്ക് പ്രവേശനമുള്ളൂ. അതായത് പെർമനൻ്റ് ആയിട്ടുള്ള പ്രവേശനമുള്ളൂ. എക്സ്പീരിയൻസ് നമ്മൾക്ക് എല്ലാവർക്കും സാധിക്കുന്നതാണ്. നമ്മൾക്ക് ആ ഒരു തലത്തിലേക്ക് ബ്രഹ്മത്തിനപ്പുറം എന്താണ്, പരബ്രഹ്മത്തിനപ്പുറം എന്താണ് ഉള്ളത് എന്നുള്ളൊരു സീക്കിംഗ് ഉണ്ടായാൽ മാത്രം മതി. അപ്പോൾ എക്സ്പീരിയൻസ് ആർക്കും സാധിക്കും. പക്ഷെ വളരെ റെയറായിട്ട് 1 or 2 തവണ മാത്രമേ ആ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് ആ എക്സ്പീരിയൻസ് കിട്ടില്ല. പക്ഷെ നമുക്ക് കോൺഷ്യസ്നെസ് ടച്ച് ചെയ്ത് നിൽക്കാം. ബ്രഹ്മത്തെയും ആ ഒരു കോൺഷ്യസ്നെസ് ബോധത്തിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് നമ്മളുടെ ആ ഒരു മെൻ്റൽ പ്ലെയിനിലേക്ക് നമ്മളുടെ ചിന്തകളെ കുറച്ചുകൊണ്ട്, സ്പീഡ് കുറച്ചുകൊണ്ട് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ നമ്മൾക്ക് ആ ഒരു ഈഗോ ഡിസോൾവ് ആകുമ്പോൾ ആ ഒരു നമ്മളുടെ മെൻ്റൽ ആ ഒരു തോട്ട്സ്, ഫീലിങ്സ് എല്ലാം ആ ഒരു നിശ്ചലമാകുമ്പോൾ അല്ലെങ്കിൽ വളരെ സ്പീഡ് കുറയുമ്പോൾ നമുക്ക് ആ കോൺഷ്യസ്നെസ്സിൽ എത്താൻ സാധിക്കും. അങ്ങനെയാണ് ഈ അറിവുകളൊക്കെ നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ ബീറ്റാ ലെവൽ മൈൻഡിലാണ് വർക്ക് ചെയ്യുന്നത് എങ്കിൽ ഫിസിക്കൽ യൂണിവേഴ്സിൽ എന്തൊക്കെയുണ്ട് അത് മാത്രമാണ് നമുക്ക് അറിയാനും ആ അറിവ് മാത്രമാണ് സയൻസ്, ആ ഒരു അറിവ് മാത്രമായിരിക്കും നമുക്ക് ലഭിക്കുക. അതിനപ്പുറത്തേക്ക് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവണമെങ്കിൽ നമ്മളുടെ ആ ഒരു ചിന്തകളുടെ സ്പീഡ് കുറയുക തന്നെ വേണം. അപ്പോൾ കോൺഷ്യസ്നെസ്സിലേക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് വീണ്ടും വീണ്ടും റീച്ച് ചെയ്യാനും അവിടെ നമുക്ക് ആ ഒരു തലത്തിലേക്ക് ഇരിക്കാനും ഒക്കെ സാധിക്കും. പക്ഷേ ഗ്രേസ് യൂണിവേഴ്സിലേക്കും ഗ്രേസ് ആ ഒരു ഇമ്മോർട്ടൽ ആ ഒരു ബീയിങ്സിൻ്റെ ആ ലോകത്തിലേക്കും നമുക്ക് പ്രവേശനം വളരെ റെയറായിട്ട് 1 or 2 തവണ മാത്രമാണ് എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ കിട്ടിയ എക്സ്പീരിയൻസിൽ നിന്നാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതും വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. നമ്മൾ എത്ര പ്രാവശ്യം ആ ഒരു യൂണിവേഴ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വന്നാലും അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ പ്രപഞ്ചത്തിൽ ഉപമിക്കാനായിട്ട് ഒന്നും തന്നെ ഇല്ല. അവിടെയുള്ള ആ കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. അവിടെയും ഉണ്ടൊരു ലൈഫ്, ബീയിങ്സ്, പക്ഷെ അത് ഇമ്മോർട്ടലാണ്, എൻഡില്ലാത്ത ലൈഫാണ്, അൺലിമിറ്റഡ് ആണ്. അപ്പോൾ ആ ഒരു തലത്തിലേക്കാണ് നമ്മളുടെ ഹ്യൂമൻ ലൈഫ് എത്തിക്കേണ്ടത്. അതിന് നമ്മൾ അത്രത്തോളം ആ ഒരു കമ്പാഷൻ, ലവ് ഒക്കെ ഉള്ളവരായിട്ട് മാറണം. പെട്ടെന്നൊന്നും നമുക്ക് സാധിക്കില്ല. പതുക്കെ പതുക്കെ സ്ലോലി നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മളുടെ ആ ഒരു നെഗറ്റിവിറ്റി നമ്മൾ കുറച്ചുകൊണ്ട് അതിലേക്ക് നമ്മൾ സ്പിരിച്വൽ സീക്കിങ്ങിലൂടെ സഞ്ചരിക്കേണ്ടതാണ്, നടന്നെടുക്കേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും അവിടെ ഒരു റീച്ച് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവട്ടെ. ആ ഒരു ലോകത്തെക്കുറിച്ച് വളരെ ചുരുങ്ങിയ ഗുരുക്കന്മാർ മാത്രമാണ്, അതും കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ അതിനപ്പുറത്തേക്ക് ലഭിക്കാൻ സാധിക്കുമെങ്കിൽ അതും എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ആ ഒരു തലത്തിലേക്കുള്ള ആ ഒരു ഗ്രേസ് യൂണിവേഴ്സിനെക്കുറിച്ചും ഗ്രേസ് ഇമ്മോർട്ടൽ ബോഡിയെക്കുറിച്ചും അന്വേഷണം ഉണ്ടാവട്ടെ. അപ്പോൾ താങ്ക് യു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.